employed for extinction of arc in air circuit breaker is? എയർ സർക്യൂട്ട് ബ്രേക്കറിൽ ആർക്ക് എക്സ്റ്റിങ്ഷന് യൂസ് ചെയ്യുന്ന മീഡിയം. ഓക്കെ, ഏതൊക്കെ ഓപ്ഷൻസ്? ഇത് SF6 ആയിരിക്കും കേട്ടോ. SF6 ഓയിൽ, വാട്ടർ, എയർ. ഓക്കെ, സർക്യൂട്ട് ബ്രേക്കേഴ്സ് നമ്മൾ പഠിച്ചു. സർക്യൂട്ട് ബ്രേക്കേഴ്സിൽ എങ്ങനെയാണ്, ഏത് മീഡിയമാണോ അവിടെ ആർക്ക് എക്സ്റ്റൻഷന് യൂസ് ചെയ്യുന്നത് ആ മീഡിയത്തിൻ്റെ പേരിലാണ് സർക്യൂട്ട് ബ്രേക്കറിൻ്റെ നെയിം ചെയ്തിരിക്കുന്നത്. അപ്പോൾ എയർ സർക്യൂട്ട് ബ്രേക്കർ ആണെങ്കിൽ അവിടെ എയർ ആയിരിക്കും ആർക്ക് എക്സ്റ്റൻഷൻ മീഡിയം. SF6 സർക്യൂട്ട് ബ്രേക്കർ ആണെങ്കിൽ SF6 ആയിരിക്കും അവിടെ ആർക്ക് എക്സ്റ്റിങ്ക്യൂട്ട് ചെയ്യുന്ന മീഡിയം എന്ന് പറയുന്നത്. അതുപോലെ ഓയിൽ സർക്യൂട്ട് ബ്രേക്കേഴ്സ് ഉണ്ട്, ഇനിയും വാക്യൂം സർക്യൂട്ട് ബ്രേക്കേഴ്സ് ഉണ്ട്. അപ്പോൾ എല്ലാ സർക്യൂട്ട് ബ്രേക്കേഴ്സിലും അതിൻ്റെ ആ ക്വിഞ്ചിങ് മീഡിയം അനുസരിച്ചാണ് പേര് വരിക. അപ്പോൾ ഇവിടെ ആൻസർ വരിക എയർ സർക്യൂട്ട് ബ്രേക്കറിന് എയർ ആയിരിക്കും ആർ ക്വിഞ്ചിങ് മീഡിയം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 77. The load on each lighting sub-circuit is to be restricted to. വയറിങ്ങിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിൻ്റെ ഡിസൈനിൽ ഒരു സബ് സർക്യൂട്ട് ഡിസൈൻ ചെയ്യുമ്പോൾ, അതായത് മെയിൻ സർക്യൂട്ടിൽ നിന്ന് പല സബ് സർക്യൂട്ടുകളായിട്ട് നമ്മൾ തിരിക്കും. ഈ സബ് സർക്യൂട്ട് ഡിസൈൻ ചെയ്യുമ്പോൾ അതിനകത്ത് വരാവുന്ന മാക്സിമം ലോഡ് എത്രയാണ് എന്നുള്ള ചോദ്യമാണ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ആൻസർ ഈസ് 800 വാട്ട്സ്. ഓക്കെ, 800 വാട്ട്സിൽ കൂടുതൽ ലോഡ് വരാൻ പാടില്ല. ഓക്കെ, ഒരു സബ് സർക്യൂട്ടിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓൾ ഇൻകാഡസെന്റ് ലാംപ്സ് അൺലെസ് അതർവൈസ് റിക്വയർഡ് ടു ബി ഹങ് അറ്റ് എ ഹൈറ്റ് ഓഫ്. ഇതൊക്കെ സ്റ്റാൻഡേർഡ് വയറിങ്ങിൽ നിന്ന് വയ്ക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും സ്റ്റാൻഡേർഡ് വാല്യൂസ് ആണ്. നമ്മളതൊരു ഓർഡറിൽ പഠിച്ച് വെക്കുക. ഓക്കെ, ഈ വാല്യൂസ് ഓർത്തിരിക്കണം, മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കണം. എന്നാലാണ് ഈ ഓവർസിയർ പോലുള്ള ഓവർസിയർ ലൈൻമാൻ ട്രേഡ്സ്മാൻ ഇങ്ങനെയുള്ള പരീക്ഷകൾക്കൊക്കെ ഈ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണ്. ഓക്കെ, ഇപ്പം ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഒരു ഇൻകാഡസെന്റ് ലാമ്പ് ഹങ് ചെയ്യുമ്പോൾ ഫ്ലോർ ലെവലിൽ നിന്ന് എത്ര ഹൈറ്റ് വേണം എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അതിൻ്റെ സ്റ്റാൻഡേർഡ് വാല്യൂ ഓർത്തിരിക്കുക 2.5 എബോവ് ദ ഫ്ലോർ ലെവൽ. ഇത് ഫ്ലോർ ആണെങ്കിൽ ഫ്ലോർ ലെവലിൽ നിന്ന് 2.5 മീറ്റർ എബോവ് ആയിരിക്കണം. ഓക്കെ, ഇപ്പോൾ ഇൻകാഡസെന്റ് ലാമ്പിൻ്റെ നോർമൽ ഹങ് ചെയ്യേണ്ട ഒരു ലെവലാണ് 2.5 മീറ്റർ എന്ന് പറയുന്നത്. ഇനി സ്പെഷ്യൽ പർപ്പസുകൾ വരുമ്പോൾ നമ്മളിത് മാറ്റി മറിച്ചൊക്കെ എങ്ങനെയാണ് ഹാങ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ആൻസർ ഓർത്തിരിക്കുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ലെങ്ത് ഓഫ് ഫ്ലെക്സിബിൾ കോൺഡ്യൂട്ട് യൂസ്ഡ് ഫോർ ദ കണക്ഷൻ ബിറ്റ്വീൻ ദ ടെർമിനൽ ബോക്സസ് ഓഫ് മോട്ടോഴ്സ് ആൻഡ് സ്റ്റാർട്ടേഴ്സ് ഷാൾ നോട്ട് എക്സീഡ്. ഓക്കെ, ഫ്ലെക്സിബിൾ കോൺഡ്യൂട്ട് ലെങ്ത്തിൻ്റെ ലിമിറ്റാണ് ചോദിച്ചിരിക്കുന്നത്. എവിടെ? മോട്ടർ സ്റ്റാർട്ടർ കണക്ഷനിൽ, ടെർമിനൽ ബോക്സിൽ നിന്ന് മോട്ടോർ സ്റ്റാർട്ടർ കണക്ഷനിലേക്കുള്ള ആ ലെങ്ത്ത് അത് മാക്സിമം എത്ര വരെ വരാം? അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 1.25 മീറ്റേഴ്സ് ആണ്. 1.25 മീറ്റേഴ്സിൽ കൂടാൻ പാടില്ല എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ വരിക. ഈ 1.25 വേറെ എവിടെയെങ്കിലും പഠിച്ചായിട്ട് ഓർക്കണ്ടോ? നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെയാണെന്ന് തോന്നുന്നു നമ്മൾ നോക്കിയിരുന്നു. എന്താ, ഇലക്ട്രിക് ലൈൻസ് പോകുമ്പോൾ ഒരു ബിൽഡിങ്ങിൽ നിന്ന് ഇലക്ട്രിക് ലൈൻസിൻ്റെ ഹോറിസോണ്ടൽ ക്ലിയറൻസ് എന്ന് പറയുന്നത്, കേപ്പോൺ ലൈൻസ് ആണെങ്കിൽ ഈ ഹോറിസോണ്ടൽ ക്ലിയറൻസ് എന്ന് പറയുന്നത് 1.25 മീറ്റർ മിനിമം വേണം എന്ന് നമ്മൾ പഠിച്ചിരുന്നു. ഓക്കെ, അത് ഓർക്കുക. ദെൻ ഈ പറഞ്ഞ എല്ലാ ലെങ്ത്തിനും ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാവുന്നതനുസരിച്ച് പഠിക്കുക കേട്ടോ. പിന്നെ എന്താ, നമ്മളൊരു എർത്തിങ് പിറ്റും ബിൽഡിങ്ങും തമ്മിലുള്ള കണക്ഷൻ, ആ ഡിസ്റ്റൻസ് ഇത്ര 1.5 മീറ്റർ എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഇങ്ങനെ കുറേ വാല്യൂസ് വരുന്നുണ്ട്. ഈ വാല്യൂസ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്ത് പഠിക്കുക. ഓക്കെ, അല്ലെങ്കിൽ ഓർത്തിരിക്കില്ല. അപ്പോൾ ഇതിപ്പോൾ 1.25ഉം ഈ ബിൽഡിംഗ് ലൈൻ ക്ലിയറൻസും കൂടി ഒരുമിച്ച് ഓർത്തിരിക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാർബൺ ആർക്ക് ലാംപ്സ് ആർ കോമൺലി യൂസ്ഡ് ഇൻ. കാർബൺ ആർക്ക് ലാംപ്സ്. ഓക്കെ, കാർബൺ ആർക്ക് ലാംപ്സ് മെയിനായിട്ട് പണ്ട് യൂസ് ചെയ്തിരുന്നത് സിനിമ പ്രൊജക്ടേഴ്സിലാണ്. ഓക്കെ, സിനിമ പ്രൊജക്ടേഴ്സിലാണ് കേട്ടോ, ഓർത്തിരിക്കുക. സിനിമ പ്രൊജക്ടേഴ്സിൽ കാർബൺ ആർക്ക് ലാംപ്സ് ആണ്. ഇതുപോലെ ഓരോ ആപ്ലിക്കേഷൻ്റെ ലാംപ്സും മാറി മാറി ചോദിക്കാറുണ്ട്. പിന്നെ ചോദിച്ച് കാണുന്നത് സ്ട്രീറ്റ് ലൈറ്റിങ്ങിന്, നമുക്കറിയാം സോഡിയം വേപ്പർ ലാമ്പാണ് സ്ട്രീറ്റ് ലൈറ്റിംഗ് ആപ്ലിക്കേഷൻസിന്. അതൊരു ഫ്ലഡ് ലൈറ്റ്സിന്, അതുപോലെ എന്താ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസിലൊക്കെ ലാംപ്സൊക്കെ പ്രത്യേകം ചോദിക്കാറുണ്ട്. ഓക്കെ, ഹാലജൻ ലാംപ്സൊക്കെ ഫ്ലഡ് ലൈറ്റിംഗ് പർപ്പസിനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ ഓരോന്നിൻ്റെയും പഠിച്ചു വയ്ക്കുക കേട്ടോ.